JKR അക്കാഡമിയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ആദ്യം തന്നെ റിക്വസ്റ്റ് ഉണ്ട്, നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിലോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലോ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ക്ലാസ്സുകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാവുകയുള്ളൂ. പ്യൂൺ റൂം അറ്റൻഡന്റ് നൈറ്റ് വാച്ച്മാൻ പാർട്ട് 1 ജനറൽ കാറ്റഗറി കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്ക് അതിന്റെ പരീക്ഷാ തീയതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ വിശദമായിട്ടുള്ള സിലബസ്, അതുപോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി പ്രിലിമിനറി പരീക്ഷയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് പ്രീവിയസ് ക്വസ്റ്റുകൾ ആവശ്യമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ ഞാൻ പ്രീവിയസ് ക്വസ്റ്റുകൾ നിങ്ങൾക്ക് അയച്ചു തരാം. 2500 അടുത്ത് ക്വസ്റ്റ്യൻ, അതായത് 2024, 2023, 2022, 2021 വർഷങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റുകൾ എല്ലാം തന്നെ ഒരുമിച്ച് തയ്യാറാക്കിയതാണ്. PDF ആയിട്ടാണ് റാങ്ക് ഫയൽ തയ്യാറാക്കിയിട്ടുള്ളത്. പ്രീവിയസ് ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വളരെയധികം പ്രയോജനപ്രദമാണ്. ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് ഞാൻ മെയിൽ വഴിയോ വാട്സപ്പ് വഴിയോ അയച്ചു നൽകുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ പരീക്ഷാ തീയതിയും വിശദമായ സിലബസ് ഒക്കെ നോക്കാം. പരീക്ഷാ തീയതി എക്സാം ഡേറ്റ് 28/12/2024 സാറ്റർഡേ ആണ്. പ്രിലിമിനറി എക്സാമിനേഷൻ ആയതുകൊണ്ട് തന്നെ will be conducted in multiple stages. Number of stages, dates of examination and the date from which admission ticket can be downloaded will be declared after the final date of confirmation. അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ച് എല്ലാം തന്നെ വിശദമായിട്ട് നിങ്ങൾക്ക് പിന്നീട് കൺഫർമേഷൻ ശേഷം അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അതിന്റെ സിലബസ് നമുക്ക് നോക്കാം. ജനറൽ നോളജ്, കറണ്ട് അഫയേഴ്സ് ആൻഡ് റിനൈസൻസ് ഇൻ കേരള 60 മാർക്കാണ് ഉള്ളത്. അപ്പോൾ ശാസ്ത്ര സാങ്കേതിക മേഖല, കലാ സാംസ്കാരിക മേഖല, രാഷ്ട്രീയ സാമ്പത്തിക സാഹിത്യ മേഖല, കായിക മേഖല, ഇവയുമായി ബന്ധപ്പെട്ട ഇന്ത്യയിലെയും പ്രത്യേകിച്ച് കേരളത്തിലെയും സമകാലീന സംഭവങ്ങൾ, അതിന് 10 മാർക്കാണുള്ളത്. ഇന്ത്യയുടെ ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ, അതിരുകളും ഊർജ്ജ മേഖലയിലെ ഗതാഗത വാർത്താവിനിമയ മേഖലയിലെ പുരോഗതി, പ്രധാന വ്യവസായങ്ങൾ എന്നിവയെ സംബന്ധിച്ച പ്രാഥമിക അറിവ്, ഇതിന് 10 മാർക്കാണുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയവും സമകാലികവും സാംസ്കാരികവുമായി ബന്ധപ്പെട്ട മുന്നേറ്റങ്ങൾ, ദേശീയ പ്രസ്ഥാനങ്ങൾ, സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ, അതിനെല്ലാം കൂടി 10 മാർക്കാണുള്ളത്. അടുത്തത് ഒരു പൗരന്റെ അടിസ്ഥാന അവകാശങ്ങൾ, കടമകളും ഇന്ത്യയുടെ ദേശീയ ചിഹ്നങ്ങള്, ദേശീയ പതാക, ദേശീയ ഗീതം, ദേശീയ ഗാനം തുടങ്ങിയ അടിസ്ഥാന വിവരങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, വിവരാവകാശ കമ്മീഷൻ എന്നിവയെ സംബന്ധിച്ച അറിവുകളും, അതിന് 10 മാർക്കാണുള്ളത്. കേരളത്തിന്റെ അടിസ്ഥാന വിവരങ്ങൾ, നദികളും കായലുകളും, വിവിധ വൈദ്യുത പദ്ധതികള്, വന്യജീവി സങ്കേതങ്ങള്, ദേശീയോദ്യാനങ്ങള്, മത്സ്യബന്ധനം, കായിക രംഗം തുടങ്ങിയ കുറിച്ചുള്ള അറിവുകൾ, ഇതിന് 10 മാർക്കാണുള്ളത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങൾ, അതിനു പിന്നിലുണ്ടായ പ്രവർത്തിച്ചവരും, കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണം, അയ്യങ്കാളി ചട്ടമ്പസ്വാമികൾ, ഗുരു പണ്ഡിറ്റ് കറുപ്പൻ, BD ഭട്ടതിരിപ്പാട്, കുമാര പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും, അതിനെല്ലാം കൂടി 10 മാർക്കാണുള്ളത്. അതുകൂടാതെ ജനറൽ സയൻസ്, നാച്ചുറൽ സയൻസിന് 10 മാർക്ക്, മനുഷ്യശരീരത്തെ കുറിച്ചുള്ള പൊതു അറിവ്, ജീവകങ്ങളും അപര്യാപ്ത രോഗങ്ങളും രോഗകാരികളും, കേരളത്തിലെ ആരോഗ്യക്ഷേമ പ്രവർത്തനങ്ങൾ, കേരളത്തിലെ പ്രധാന ഭക്ഷ്യ കാർഷിക വിളകള്, വനങ്ങളും വനവിഭവങ്ങളും, പരിസ്ഥിതിയും പരിസ്ഥിതി പ്രശ്നങ്ങളും, ഇതിന് 10 മാർക്കാണുള്ളത്. അതുകൂടാതെ ഫിസിക്കൽ സയൻസ്, അതിന് 10 മാർക്കാണുള്ളത്. ആറ്റവും ആറ്റത്തിന്റെ ഘടനയും, അയിരുകള്, ധാതുക്കള്, മൂലകങ്ങൾ, അവയുടെ വർഗീകരണം, ഹൈഡ്രജനും ഓക്സിജനും, രസതന്ത്രവും, ദൈനംദിന ജീവിതത്തില് ദ്രവ്യവും പിണ്ഡവും, പ്രവൃത്തിയും ഊർജവും അതിന്റെ പരിവർത്തനവും, താപവും ഊഷ്മാവും, പ്രകൃതിയിലെ ചലനങ്ങളും ബലങ്ങളും, ശബ്ദവും പ്രകാശവും, ഇതിന് 10 മാർക്കാണുള്ളത്. കൂടാതെ സിമ്പിൾ അരിത്തമെറ്റിക് ആൻഡ് മെന്റൽ എബിലിറ്റി, അതിന് 20 മാർക്കാണുള്ളത്. അതിന്റെ അകത്ത് ലഘു ഗണിതത്തിന് 10 മാർക്ക്, സംഖ്യകളും അടിസ്ഥാന ക്രിയകളും, ലസാഗു, ഉസാഗ, ഭിന്നസംഖ്യകള്, ദശാംശ സംഖ്യകള്, വർഗവും വർഗമൂലവും, ശരാശരി, ലാഭവും നഷ്ടവും, സമയവും ദൂരവും. അടുത്തത് മാനസിക ശേഷി നിരീക്ഷണ പാഠ പരിശോധന, അതിന് 10 മാർക്ക്. ഗണിത ചിഹ്നങ്ങൾ ഉപയോഗിച്ചുള്ള ക്രിയകള്, ശ്രേണികള്, സമാന ബന്ധങ്ങള്, തരംതിരിക്കല്, അർത്ഥവത്തായ രീതിയിൽ പദങ്ങളുടെ ക്രമീകരണം, ഒറ്റയാനെ കണ്ടെത്തല്, വയസ്സുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങള്, സ്ഥാനനിർണ്ണയം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വിശദമായിട്ടുള്ള സിലബസിൽ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിന്റെ എല്ലാം തന്നെ അടിസ്ഥാനമാക്കിയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഒരു 22ഓളം പ്രീവിയസ് ക്വസ്റ്റ്യനുകൾ ഉണ്ട്. അത് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഏകദേശം 2000-2000 മുകളിൽ 2500 ഇടയ്ക്ക് ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലാ ടോപ്പിക്കും ഉൾപ്പെടുത്തിയ 2500 ക്വസ്റ്റ്യനുകൾ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ഉദ്യോഗാർത്ഥികൾ ഉണ്ടെങ്കിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞു നിർത്തട്ടെ. നന്ദി, നമസ്കാരം.